ഹായ് ഡിയേഴ്സ്. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ്. ഓൾറെഡി നമ്മൾ 8th ആൾജിബ്രക് എക്സ്പ്രഷനൊക്കെ പഠിച്ചതുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ കോൺസെപ്റ്റ്സ് പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് 8th നമ്മൾ പഠിച്ച ആൾജിബ്രക് എക്സ്പ്രഷൻസൊക്കെ ഒന്ന് റിക്കോൾ ചെയ്യാം. അപ്പോൾ ആൾജിബ്രക് എക്സ്പ്രഷൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നൊരു വേർഡ് എന്താണ്? വേരിയബിൾ ഓർ ലെറ്റർ നമ്പർ എന്ന് പറയും അല്ലേ. എന്തായിരിക്കും അത്? അതൊരു നമ്പറാണ്, പക്ഷെ അത് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? ഒരു ലെറ്റർ വഴിയായിരിക്കും അത് റെപ്രസെൻ്റ് ചെയ്യുക. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എക്സ്, വൈ, എ, ബി, സി, സെഡ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഏത് ലെറ്റർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ ലെറ്റർ ആണ് വേരിയബിൾ എന്ന് പറയുന്നത്, ലെറ്റർ നമ്പർ. അത് വേരിയബിൾ ആവണം എന്താ? അതിനൊരു സ്ഥിരമായിട്ടൊരു നമ്പർ, ഒരു ഫിക്സഡ് നമ്പർ ഇല്ല. അത് നമ്മൾ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് നമ്മളെങ്ങനെയാണ് മനസ്സിലാവുക? ഓരോ ഇതും സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ്, പ്ലസ്സും മൈനസും കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ടേംസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? പ്ലസ് ഓർ മൈനസ്. ഇനി അടുത്തത് കോഎഫിഷ്യൻസ് എന്ന് വെച്ചാൽ എന്താ? വേരിയബിളിൻ്റെ ഒപ്പമുള്ള ഒരു നമ്പർ. മനസ്സിലായോ? അപ്പോൾ 2x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്ത്? 2. അപ്പോൾ എക്സ് സ്ക്വയറിനോടൊപ്പം തന്നെ ചേർന്നിരിക്കുന്ന ഈ നമ്പർ, അതായത് x² കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. അതായത് വേരിയബിളിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പേഴ്സാണ് കോഎഫിഷ്യൻസ്. ഇനി അടുത്തത് എന്താ? കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ വേരിയബിൾ ഒന്നും കാണില്ല. മെയിനായിട്ടൊരു വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്ക് +2 അല്ലെങ്കിൽ +5 അല്ലെങ്കിൽ -5 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ വേരിയബിൾ നമുക്ക് കാണില്ല, പക്ഷെ അവിടെ വേരിയബിൾ ഉണ്ട്. എന്താ വേരിയബിൾ? raised to 0 വരുന്ന വേരിയബിൾ. അതായത് പവർ 0 ഏതൊരു നമ്പറിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു വേരിയബിളിൻ്റെയും പവർ എടുത്തു കഴിഞ്ഞാൽ raised to 0 = എന്താണ്? 1 ആണ്. raised to 0 എന്ന് വെച്ചാൽ പവർ എന്താ? അതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അതുകൊണ്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ എഴുതില്ല, പകരം നമുക്കിവിടെ 1 ആണെന്നറിയാമല്ലോ. അപ്പോൾ -5 × 1 എന്താ? -5, വിച്ച് മീൻസ് ഇവിടുത്തെ വേരിയബിൾ ഏതാണ്? ഏതെങ്കിലും ഒരു വേരിയബിൾ raised to 0, ഏതെങ്കിലും ഒരു ലെറ്റർ raised to 0 ആയിരിക്കും അവിടുത്തെ ആ വേരിയബിൾ. മനസ്സിലായില്ല? അപ്പോൾ വേരിയബിൾ, ടേംസ്, കോഎഫിഷ്യൻസ്, കോൺസ്റ്റൻസ് ഇത്രയും പിടികിട്ടി. ഇനി ഇവിടെ ഞാനൊരു ആൾജിബ്രക് എക്സ്പ്രഷൻ ഫോർ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? 4x + 5y + 3. ഇതാണ് ആൾജിബ്രക് എക്സ്പ്രഷൻ. ഇതിലെ വേരിയബിൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിലെ ലെറ്റേഴ്സ് വരുന്നത് ഏതൊക്കെയാണ്? ഇതിൽ 2 ലെറ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ വേരിയബിൾ ഏതൊക്കെയാണ്? എക്സ് ആൻഡ് വൈ. അപ്പോൾ വേരിയബിൾസ് എന്താണെന്ന് മനസ്സിലായില്ല? അപ്പോൾ ആൾജിബ്രക് എക്സ്പ്രഷൻ 4x + 5y + 3 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആണ്. ഇനി ടേംസ് ഏതൊക്കെയാണ്? ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ഓർ മൈനസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര ടേംസ് ഉള്ള എക്സ്പ്രഷനാണ്? ഇതിൽ 3 ടേംസ് ഉണ്ട്. ഒന്നിത്. ഈ 3 ടേംസ് എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? പ്ലസ് അല്ലെങ്കിൽ ഇവിടെ പിന്നെ മൈനസ് വന്നാലും ഇപ്പോൾ ഇവിടെ മൈനസ് എഴുതാം. അപ്പോൾ ഇവിടെ മൈനസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ടേംസിനെ നമ്മളെങ്ങനെ എഴുതാം? ആദ്യത്തെ ടേം ഏതാ? 4x, അടുത്ത ടേം 5y, അടുത്ത ടേം എന്താ? -3. സൈൻ അടക്കം വേണം എഴുതാൻ, മറക്കരുത്. സൈൻ ഇടാൻ മറക്കരുത്. ഇനി കോഎഫിഷ്യൻസ് എന്താ ചെയ്യേണ്ടത്? ഓരോ വേരിയബിളിൻ്റെയും കൂടെയുള്ള എന്ത്? ആ നമ്പർ, അതാണ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇവിടെ 4x, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഏതാ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 4. ഇനി വൈയുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? +5. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടി, വൈയുടെ കോഎഫിഷ്യൻ്റ് കിട്ടി. ഇനി ബാക്കി ഇവിടെ വരുന്നതിനെയാണ് എന്തെന്ന് പറയാം? കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ഈ കോൺസ്റ്റൻ്റ് ഏതാ? -3. സൈൻ ഇടാൻ മറക്കരുത്. അപ്പോൾ കോൺസ്റ്റൻ്റ് -3. ഇപ്പോൾ എല്ലാം ഒന്ന് ക്ലിയർ ആയില്ല? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 8a² - 2a + 10. ഇതാണ് ആൾജിബ്രക് എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൻ്റെ വേരിയബിൾ ഏതാ? ഇതൊരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഏതാണ് ഇതിലെ?
എ എന്ന വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ലെറ്റർ മാത്രമേ ഈ ഒരു എക്സ്പ്രഷനിൽ കാണാനുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ വേരിയബിൾ ഏതാണ്? എ. ഇനി ടേംസ് എത്ര എണ്ണം ഉണ്ട്? ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് അല്ല പ്ലസും മൈനസും കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് ടേംസ് എന്ന് പറയണത്. അപ്പോൾ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ്. ഏതൊക്കെയാണ്? ആദ്യത്തെ ടേം ഏതാ? 8a². പിന്നത്തെ ടേം ഏതാ? 2a ആണോ? അല്ല, -2a. നെഗറ്റീവ് വരുമ്പോൾ പ്രത്യേകം അതെടുത്ത് പറയണം. അല്ലാത്തത് നമുക്കറിയാം ഇതെന്ത് തന്നെയാണ് പോസിറ്റീവാണെന്നുള്ളത്. അപ്പോൾ നെഗറ്റീവ് ആണെന്നുള്ളത് നമ്മൾ പ്രത്യേകം സൈൻ ഇട്ട് എഴുതന്നെ വേണം. അപ്പോൾ 8a², -2a. ഇനി അടുത്തത് എന്താ? 10. അപ്പോൾ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ്. മനസ്സിലായല്ലോ? അപ്പോൾ 3 ടേംസ് ഉള്ള ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇനി കോഎഫിഷ്യൻസ് എഴുതാം. കോഎഫിഷ്യൻസ് എന്താണ്? a²ൻ്റെ കോഎഫിഷ്യൻറ്റ് 8. എയുടെ കോഎഫിഷ്യൻറ്റ്, എയുടെ കൂടെയുള്ള നമ്പർ ഏതാ? -2. നെഗറ്റീവ് മറക്കരുത്. -2 × a ആണ് -2a. അപ്പോൾ എയുടെ കൂടെ ഏതാ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പർ? -2. ദാറ്റ് ഈസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എ. ഇനി കോൺസ്റ്റൻ്റ് ഏതാ? ഇവിടെ ഒറ്റയ്ക്ക് വേരിയബിൾ ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാരാ? 10. അതിൻ്റെ പോസിറ്റീവ് ആയതുകൊണ്ട് പിന്നെ വേറെ ചിഹ്നമൊന്നും ഇടണ്ട, നമുക്ക് 10 എന്ന് തന്നെ എഴുതാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ഇതിൽ ആകെ ഒരു വേരിയബിൾ അല്ലേ ഉള്ളൂ, അതേതായിരുന്നു? എ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ വിത്ത് 1 വേരിയബിൾ, ഓൺലി 1 വേരിയബിൾ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ എന്തെന്ന് പറയും? യൂണി വേരിയബിൾ പോളിനോമിയൽ ഓർ 1 വേരിയബിൾ പോളിനോമിയൽ എന്ന് പറയും. എന്താ പറയുക? യൂണി വേരിയബിൾ. യൂണി മീൻസ് എന്താ? 1. അപ്പോൾ 1 വേരിയബിൾ ഉള്ള പോളിനോമിയലാണ്. അല്ലെങ്കിൽ എന്തെന്ന് പറയും? അതിന് ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് തന്നെ 1 വേരിയബിൾ പോളിനോമിയൽ എന്ന് പറയും. ഇനി അടുത്ത മെയിൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. നമുക്കെല്ലാവർക്കും അറിയാം എന്താ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പോളിനോമിയലിലുള്ള വേരിയബിളിൻ്റെ ഹയ്യസ്റ്റ് പവർ, പോളിനോമിയലിലെ വേരിയബിളിൻ്റെ ഹയ്യസ്റ്റ് പവറാണ് എന്തെന്ന് പറയുക? ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ പോളിനോമിയൽ തന്നിട്ട് അതിൻ്റെ വേരിയബിൾ നോക്കുക. ആ വേരിയബിളിലെ ഏറ്റവും ഹയ്യസ്റ്റ് പവർ ഏതിനാണോ അതായിരിക്കും ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി. ഇപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ പോളിനോമിയൽ നോക്കിയേ, 5y³ + y² + 2y. അപ്പോൾ ഇതിലെ വേരിയബിൾ ഏതാ? ഒരൊറ്റ വേരിയബിൾ. ഇതൊരു യൂണി വേരിയബിൾ പോളിനോമിയലാണ്. കാരണം ഇതിലാകെ ഒരു വേരിയബിൾ ഉള്ളൂ, വിച്ച് ഈസ് y. അപ്പോൾ ആ വൈയുടെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള പവർ ഏതാണ്? പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മുകളിൽ എഴുതണത് അല്ലേ? ഇപ്പോൾ x⁻³ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പവർ, അല്ലെങ്കിൽ x⁻5 എന്ന് പറഞ്ഞാൽ 5 ആണ് അതിൻ്റെ പവർ. അപ്പോൾ ഇതിലെ ഹയ്യസ്റ്റ് പവർ, അപ്പോൾ ഈ വൈക്ക് ഇവിടെ ഏതാ പവർ? 3. ഈ ടേമിൽ ഏതാ പവർ? 2. ഇവിടെ ഏതാ പവർ? ഇങ്ങനെ വെറുതെ ഇതിൻ്റെ അർത്ഥം എന്താ? y⁻1 എന്നാണ്. ഇതിലെ പവർ എന്താ? 1. അപ്പോൾ ഇതിലെ ഹയ്യസ്റ്റ് ഏതാണ്? 3 ആണ്. അതുകൊണ്ട് ഇത് 3rd ഡിഗ്രിയാണ് ഈ പോളിനോമിയൽ. ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? 3 ആണ്. അപ്പോൾ ഈ 3rd ഡിഗ്രി പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ. നമുക്കറിയാം ക്യൂബ് അല്ലേ? ഇത് എന്തെന്നാ വായിക്കുക നമ്മൾ? 5y³. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ, ഹയ്യസ്റ്റ് ഡിഗ്രി 3 ആയിട്ടുള്ളത്. ഇനി അടുത്ത പോളിനോമിയൽ നോക്കിയേ, x² + 5x + 1. അപ്പോൾ ഇതിലെ വേരിയബിൾ, ഇതും യൂണി വേരിയബിൾ പോളിനോമിയൽ തന്നെ. ഇതിലാകെ ഒരു വേരിയബിൾ ഉള്ളൂ, x². അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി പവർ എന്താ? 2. ഇവിടുത്തെ പവർ എക്സിൻ്റെ പവർ എന്താ? ഇവിടെ 1 നമ്മളങ്ങനെ എഴുതാറില്ല. വെറുതെ x എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പവർ എന്താണ്? 1. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഹയ്യസ്റ്റ് പവർ എന്താണ്? 2 ആണ്. ഡിഗ്രി 2 ആണ് അല്ലേ? ഇവിടെ ഡിഗ്രി 2 ആണ്, ഇവിടെ ഡിഗ്രി 3 ആണ്. അപ്പോൾ ഈ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. കിട്ടിയില്ലോ? അപ്പോൾ ക്യൂബിക് പോളിനോമിയൽ എന്താണെന്ന് പഠിച്ചു, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്തത് നോക്കിയേ, അടുത്ത പോളിനോമിയൽ 3z + 7, 2 ടേംസ് ഉള്ളൂ. ഇതിൽ
വേരിയബിൾ എന്താ? Z ആണ് വേരിയബിൾ. ഇതും യൂണിവേരിയബിൾ പോളിനോമിയൽ തന്നെ, ഒരൊറ്റ വേരിയബിൾ ഉള്ളൂ, വിച്ച് ഈസ് Z. ഇനി ഈ Z-ൻ്റെ പവർ എന്താണ്? ആകെ ഒരു Z ഉള്ളൂ. അപ്പോൾ ഇതിൽ Z-ൻ്റെ പവർ എന്താ? 1 ആണ് അല്ലേ? അപ്പോൾ പവർ 1 ആയിട്ടുള്ള പോളിനോമിയലിനെയാണ് നമ്മൾ ഈ ചാപ്റ്റർ എന്താ? ലീനിയർ പോളിനോമിയൽ. ഈ ചാപ്റ്റർ ഇപ്പോൾ എന്തിനെ പറ്റിയാണ് പഠിക്കണത്? ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലിനെയാണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1, അതായത് വേരിയബിളിൻ്റെ പവർ 1 ആയിട്ടുള്ള പോളിനോമിയലിനെയാണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി ഒരു പോളിനോമിയലും കൂടി ഉണ്ട്, അതാണ് ഇവിടെ ലാസ്റ്റ് തന്നിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ 8 എന്ന് മാത്രം തന്നിട്ടുള്ളൂ. അതായത് ഒരു നമ്പർ മാത്രം, ഇതിൽ വേരിയബിൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഈ ഒരു പോളിനോമിയലിൻ്റെ പേര്, അപ്പോൾ ഇവിടെ വേരിയബിൾ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ അതെന്താ? ഒരു വേരിയബിൾ എക്സ് എടുത്തു, അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 0. നേരത്തെ ഞാൻ പറഞ്ഞു, ഏതൊരു ഇതും റേസ് ടു 0, ഏതൊരു നമ്പർ ആയാലും ലെറ്റർ ആയാലും റേസ് ടു 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 8 എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിനെ 8 എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ വേരിയബിളൊന്നും ഇല്ലാത്ത പോളിനോമിയലിനെ നമ്മൾ എന്തെന്ന് പറയും? കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി 0 ആയിരിക്കും അല്ലേ? കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഇവിടെ ഇപ്പോൾ ഒരു വേരിയബിൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി എന്താണ്? 0 ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ 0 ഡിഗ്രി പോളിനോമിയൽ. ഇനി ലീനിയർ പോളിനോമിയൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. ഇത്രയും കിട്ടിയില്ല. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചാപ്റ്റർ സമ്മറി നോക്കാം. An algebraic expression combines numbers, variables and operation symbols. For example, 2x² plus 5xy minus 3y square is an algebraic expression in the variables ഏതൊക്കെയാണ്? 2x², 5xy minus 3y square. അപ്പോൾ ഇവിടെ എക്സും വൈയും ആണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പോൾ ഈസ് ആൻ algebraic expression in the variables x and y. ഇനി ഏതൊക്കെയാണ് ഇതിൻ്റെ ടേംസ് എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. 2x², പിന്നെ 5xy, നെഗറ്റീവ് 3y². അപ്പോൾ 2x², 5xy and negative 3y² are the terms of the algebraic expression, and the numbers 2, 5 and negative 3 are coefficients of the terms. മനസ്സിലായില്ല? അപ്പോൾ ഇതിലെ x²ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 2, xyയുടെ കോഎഫിഷ്യൻ്റ് ആണ് 5, y² കോഎഫിഷ്യൻ്റ് ആണ് negative 3. ഇനി അടുത്തത് നമ്മൾ പഠിച്ചു യൂണിവേരിയബിൾ ഓർ യൂണിവേരിയേറ്റ് എന്ന് വിളിക്കും. യൂണിവേരിയേറ്റ് പോളിനോമിയൽസ് ആർ algebraic expressions in one variable or the only one variable ഉള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കണ്ട, നമുക്ക് എക്സും വൈയും ഉണ്ട്, അതുപോലെ 2 വേരിയബിൾ ഉണ്ടാവില്ല, ഒരു ഒറ്റ ലെറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. Thus x² plus 5x plus 3 and 3y³ minus 4y² plus 5 are univariate polynomials in x and y. ആദ്യത്തെ പോളിനോമിയൽ നോക്കിയേ, അതിലെ വേരിയബിൾ ഏതാ? ഒരൊറ്റ വേരിയബിൾ ഉള്ളൂ, വിച്ച് ഈസ് എക്സ്. അടുത്തതിലെ വേരിയബിൾ ഏതാ? വൈ. അപ്പോൾ ഇത് എക്സ് വേരിയബിളിലുള്ള പോളിനോമിയൽ, അത് യൂണിവേരിയേറ്റ് പോളിനോമിയലാണ്. ഇത് വൈയിലുള്ള പോളിനോമിയൽ, അതും യൂണിവേരിയേറ്റ് പോളിനോമിയലാണ്, ഒരൊറ്റ വേരിയബിൾ മാത്രമുള്ള പോളിനോമിയൽസ്. ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഇൻ എ യൂണിവേരിയേറ്റ് പോളിനോമിയൽ ഈസ് കോൾഡ് ഇറ്റ്സ് ഡിഗ്രി. എന്താ പറയുക? ഹയസ്റ്റ് പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ x² plus 5x plus 3 ഈസ് ഓഫ് ഡിഗ്രി ഏതാ? x² അല്ല, എക്സിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാ? 2. അപ്പോൾ ഈസ് ഓഫ് ഡിഗ്രി 2, വൈൽ 3y³ minus 4y² plus 5 ഈസ് ഓഫ് ഡിഗ്രി 3. കാരണം ഇവിടെ വൈയുടെ ഹയസ്റ്റ് ഡിഗ്രി ഏതാ? ഹയസ്റ്റ് പവർ ഏതാ? 3. അതുകൊണ്ട് ഈസ് ഓഫ് ദിസ് പോളിനോമിയൽ ഈസ് ഓഫ് ഡിഗ്രി 3. ഇനി അതിനെ സെക്കൻഡ് ഡിഗ്രീനെ ക്വാഡ്രാറ്റിക് എന്ന് വിളിക്കും, തേർഡ് ഡിഗ്രീനെ ക്യൂബിക് പോളിനോമിയൽ എന്ന് വിളിക്കും. ഇനി ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ലീനിയർ പോളിനോമിയൽ എന്ന് വിളിക്കും. A polynomial of degree 1 is called a linear polynomial. Hence 2x plus 3 and 5 minus 4y are linear polynomials
ഇൻ ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾസ് കൊടുത്തത്? 2x + 3 ഒരു എക്സാമ്പിൾ. ഇനി അടുത്തത് 5 - 4y. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ലീനിയർ പോളിനോമിയൽസ്. ഇവിടെ ഒരു ഒറ്റ വേരിയബിളേ ഉള്ളൂ, ആ വേരിയബിളിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. നമുക്ക് ഈ ചാപ്റ്ററിലെ ഫസ്റ്റത്തെ എക്സസൈസ് സെറ്റ് നോക്കാം. എക്സസൈസ് സെറ്റ് 2.1. ഫൈൻഡ് ദ ഡിഗ്രീസ് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ. ആദ്യത്തെ നോക്കിയേ, 2x² - 5x + 3 ആണ് പോളിനോമിയൽ. ഇതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? അപ്പോൾ ഇതിൻ്റെ വേരിയബിൾ ഏതാണ്? എക്സ് ആണ്. എക്സിൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 2 അല്ലേ? ഇവിടെ 1 ആണ് എക്സിൻ്റെ പവർ, ഇവിടെ 2 ആണ്. അപ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് ദ പോളിനോമിയലാണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്താണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അടുത്ത പോളിനോമിയൽ നോക്കിയേ, y³ + 2y - 1. ഇവിടുത്തെ വേരിയബിൾ വൈയുടെ ഹയസ്റ്റ് പവർ ഇവിടെ എത്രയാ? ഇവിടെ 1, ഇവിടെ 3. അപ്പോൾ ഏതാ ഹയസ്റ്റ്? 3. അപ്പോൾ 3 ഈസ് ദ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ, വിച്ച് മീൻസ് ദിസ് ഇസ് എ ക്യൂബിക് പോളിനോമിയൽ. അപ്പോൾ ഡിഗ്രി എത്രയാണ്? 3. ഇനി അടുത്തത് എന്താ? -9. ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, വേരിയബിൾ ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇതെന്താ? ഒരു 0 ഡിഗ്രി അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് പോളിനോമിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 0 അല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു വേരിയബിൾ വന്നാലും അതിൻ്റെ ഡിഗ്രി 0 ആയിട്ടാണ് വരാം. ഇനി അടുത്തത് നോക്കിയേ, 4z - 3. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ z ആണ്. ഇവിടെ z-ൻ്റെ പവർ എന്താണ്? 1 ആണ്. ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ എഴുതി, അതിൻ്റെ അർത്ഥം എന്താ? പവർ 1 എന്നാണ്. അപ്പോൾ ഈ ഹയസ്റ്റ് പവർ 1 ആയതുകൊണ്ട് ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. അത് ഡിഗ്രി എന്താണ്? 1. ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലാണ് ലീനിയർ പോളിനോമിയൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ദ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രീസ് 1, 2 and 3. അതായത് ഒരു ലീനിയർ പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഒരു ക്യൂബിക് പോളിനോമിയൽ, ഈ മൂന്നെണ്ണത്തിനും ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാം. അപ്പോൾ ഫസ്റ്റത്തെ ലീനിയർ പോളിനോമിയൽ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലിന് എക്സാമ്പിൾ പറഞ്ഞേ. ഏതെങ്കിലും 4y + 2 മതി. അപ്പോൾ ഇതെന്താണ്? ഇതിലൊരു വേരിയബിൾ y ആണ്. വൈയുടെ പവർ എന്താണ്? 1 ആണ്. അപ്പോൾ ഇത് ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ്. ഇനി ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽ നോക്കാം. 2 വരുന്ന പോളിനോമിയൽ ഇപ്പോൾ നമുക്ക് 5z² + 2z + 7 എന്തെങ്കിലും ഇങ്ങനെ എഴുതിയാൽ മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം. ഇനി അടുത്തത് ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയൽ. അപ്പോൾ നമുക്ക് ഇനി വേരിയബിൾ എക്സ് എടുക്കാം. അപ്പോൾ 9x³ + 2x² + 5x + 1. ജസ്റ്റ് റാൻഡമായിട്ട് ഞാൻ അങ്ങനെ എഴുതി പോവാണ്. നമ്മൾ ഇത്രയും നോട്ട് ചെയ്യുക. വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ ഡിഗ്രി 3 എന്ന് പറയുമ്പോൾ 3 തന്നെ വരണം. ഇനി ഇവിടെ ഹയസ്റ്റ് പവർ ഡിഗ്രി 2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. ഡിഗ്രി 1 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആയിട്ട് വരണം. അതായത് ഇതൊരു എന്ത് പോളിനോമിയലാണ്? ലീനിയർ ആണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്. ഇത് ക്യൂബിക് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് x² ആൻഡ് x³ ഇൻ ദ പോളിനോമിയൽ x⁴ - 3x³ + 6x² - 2x + 7. ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? അത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്. എന്താണ് ഡിഗ്രി? ഇതിൽ വേരിയബിൾ എക്സ് ആണ്. എക്സിൻ്റെ ഹയസ്റ്റ് പവർ ഇവിടെ 4 ആണ് അല്ലേ? അപ്പോൾ ഇതൊരു 4th ഡിഗ്രി പോളിനോമിയലാണ്. അതിവിടെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? കോഎഫിഷ്യൻസ് ഓഫ് x². അപ്പോൾ x² കൂടെയുള്ള നമ്പർ ഏതാണ്? +6. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് x² = എന്താ? 6. ഇനി ഇതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ്, ഇനി അടുത്തത് ഏതാ? x³ x³ കൂടെ ആരാ ഉള്ളത്? -3. ഈ നെഗറ്റീവ് മറക്കരുത്. ഇത് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇത് നെഗറ്റീവ് ആണ് എന്നുള്ളത് പറഞ്ഞിരിക്കണം. അപ്പോൾ -3ഉം +6. x²ൻ്റെ 6, x³ -3. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് z ഇൻ ദ പോളിനോമിയൽ 4z³ + 5z² - 11. എന്താണ് z-ൻ്റെ കോഎഫിഷ്യൻറ്റ്? അപ്പോൾ ഇതിൽ z വരുന്ന ടേം വരുന്നുണ്ടോ? ഇവിടുത്തെ ഓരോ ടേം, ഇതിൽ 3 ടേംസ് ആണുള്ളത്. ആദ്യത്തെ ടേം ഏതാ? 4z³ ആണ് ഇവിടെ.
അടുത്ത ടേമിൽ എന്താണ് 5z² ആണ്. അടുത്തതായിട്ടാണ് z വരേണ്ട ടേം, പക്ഷെ അവിടെ ഇല്ല. ഇനി ഇവിടെ എന്താണ്, ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം ആണ് -11. അപ്പോൾ z-ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താവും, 0 ആയിരിക്കും അല്ലേ. ഇവിടെ ഇപ്പോൾ നമുക്ക് -11 പകരം എന്ത് എഴുതാം, +0z -11 എഴുതിയാൽ ഇതെന്തായി മാറി, 0 ആയി മാറി. അപ്പോൾ എന്താണ് z-ൻ്റെ കോഎഫിഷ്യൻ്റ്, z ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കോഎഫിഷ്യൻ്റ് എന്താണ്, 0. കോഎഫിഷ്യൻ്റ് ഓഫ് z = 0. ഇനി നമുക്ക് ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കോൺസ്റ്റൻറ്റ് ടേം ഓഫ് ദ പോളിനോമിയൽ 9x³ + 5x² - 8x + 10? ഈ പോളിനോമിയൽ എത്രാമത്തെ ഡിഗ്രി പോളിനോമിയലാണ്, 3rd ഡിഗ്രി. ഹയസ്റ്റ് പവർ ഓഫ് എക്സ് 3 ആണ്, 3rd ഡിഗ്രി ക്യൂബിക് പോളിനോമിയലാണ്. നല്ല ക്വസ്റ്റ്യൻ. എന്താണ് കോൺസ്റ്റൻറ്റ് ടേം എന്നാണ്. കോൺസ്റ്റൻറ്റ് ടേം എന്ന് വെച്ചാൽ എന്താ, വിത്തൗട്ട് എനി വേരിയബിൾ ഒന്നും ഇല്ലാത്ത ടേം ഏതാ, ഇതാണ് കോൺസ്റ്റൻറ്റ് ടേം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം = എന്താ, 10. അപ്പോൾ എളുപ്പമുള്ള, വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് ആയിരുന്നു. കാരണം വളരെ ബേസിക്സ് കഴിഞ്ഞ കൊല്ലം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ എക്സസൈസിൽ ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതാം. പിന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.